ഇന്ന് ചിത്രാ പൗർണമിയാണ്. ഇന്ന് അതീവ പുരാതനമായ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പുരാതന ക്ഷേത്രം, അതും കടുവ സങ്കേതത്തിലെ കൊടും കാട്ടിനുള്ളിൽ. വർഷത്തിലൊരിക്കൽ ചിത്രാ പൗർണമി നാളിലെ ഒരു ദിവസ ഉത്സവത്തിന് മാത്രം ഭക്തർക്ക് പ്രവേശനമുള്ള ഇടം. തമിഴ് ഇതിഹാസ കാവ്യമായ ചിലപ്പതികാരത്തിലെ നായികയായ കണ്ണകിയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. സംഘകാലത്തിൽ രചിക്കപ്പെട്ട ഇളങ്കോവടികളുടെ ചിലപ്പതികാരത്തിലാണ് ദേവീ പരിവേഷമുള്ള കണ്ണകിയെക്കുറിച്ചും അവളുടെ ഭർത്താവായ കോവലനെക്കുറിച്ചും പറയുന്നത്. ഒരു സാധാരണ സ്ത്രീയുടെ പ്രതികാരം ഒരു നഗരത്തെ ചാമ്പലാക്കിയ കഥ. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സ്ത്രീ ദേവിയായ കഥ. നർത്തകിയായ കണ്ണകിയുടെ ചിലമ്പ് വിൽക്കാൻ മഥുരയിലെത്തിയ കോവലനെ മഥുര ഭരിച്ചിരുന്ന പാണ്ഡ്യരാജാവിന്റെ ഭടന്മാർ രാജ്ഞിയുടെ നഷ്ടപ്പെട്ട ചിലമ്പ് എന്ന് കരുതി പിടികൂടി രാജസന്നിധിയിൽ എത്തിച്ച് വിചാരണ ചെയ്ത് തൂക്കിലേറ്റി. ഇതറിഞ്ഞ കണ്ണകി മുടിയഴിച്ച് മഥുരാ നഗരിയിൽ എത്തുകയും കയ്യിലുള്ള മറുചിലമ്പ് തറയിലെറിഞ്ഞുടയ്ക്കുകയും ചെയ്തു. തന്റെ തെറ്റ് പാണ്ഡ്യരാജാവിന് മനസ്സിലായി മാപ്പ് പറഞ്ഞു. എങ്കിലും കണ്ണകിയുടെ കോപത്തെ ശമിപ്പിക്കാൻ സാധിച്ചില്ല. കോപാകുലയായ കണ്ണകി മഥുരാ നഗരം ചാമ്പലാക്കി എന്നാണ് കഥ. അതിനുശേഷം അവർ എത്തിയത് പെരിയാറിന് തീരത്തുള്ള ഈ കുന്നിലാണെന്നും അവിടെ വെച്ച് സ്വർഗാരോഹണം ചെയ്തു എന്നുമാണ് ഐതിഹ്യം. ഇവിടെ പിന്നീട് ക്ഷേത്രം പണിതത് ചേര രാജാവായ ചേരൻ ചെങ്കുട്ടുവനാണ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കേരളത്തിൽ കണ്ണകി പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ് മംഗളാദേവി. തമിഴ്നാട്ടിൽ കരൂരിലാണ് പിന്നെ കണ്ണകി ക്ഷേത്രമുള്ളത്. ചിത്രാ പൗർണമി നാളിൽ സൂര്യോദയം മുതൽ അസ്തമനം വരെയുള്ള ഉത്സവത്തിന് കാതങ്ങൾ താണ്ടി കാടകങ്ങളിലേക്ക് എത്തുന്നത് പതിനായിരങ്ങളാണ്. കൊടുങ്കാട്ടിനുള്ളിൽ സുരുളിക്കുന്നിൽ കുടിയിരിക്കുന്ന മംഗളാദേവിയെ കാണാൻ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം കേരളത്തിന്റെ ഭാഗത്ത് വന്നു ചേർന്ന മംഗളാദേവി ക്ഷേത്രത്തിൽ 80കളിൽ തമിഴ്നാട് അവകാശവാദം ഉന്നയിച്ചു. അതോടെ ഇതൊരു തർക്കവിഷയമായി. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കടുവാ സംരക്ഷണ മേഖലയിൽ ആയതും നിരോധനം നിലനിൽക്കാൻ കാരണമായി. ഇപ്പോൾ വർഷത്തിൽ ഒരിക്കൽ ചിത്രാ പൗർണമി നാളെ ഉത്സവത്തിന് മാത്രമാണ് പ്രവേശനമുള്ളത്. ഉത്സവം നടക്കുന്നത് ഇടുക്കി, തേനി കളക്ടർമാരുടെ മേൽനോട്ടത്തിലാണ്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പൂജാരിമാർ സംയുക്തമായിട്ടാണ് ക്ഷേത്രത്തിലെ പൂജകൾ ചെയ്യുക. ന്യൂസ് ഡെസ്ക് കർമ്മ.